അധികാരം കൈയാളുന്ന ഒരു പാർട്ടിയുടെ MLA ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത 10 വർഷം നമ്മുടേത് നഷ്ടപ്പെടുത്തിയാണ് ഈ MLA ഇങ്ങനെ കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. 16 വർഷം കുന്നമംഗലം മണ്ഡലത്തെ പ്രതികരിച്ച ഇദ്ദേഹം MLA മാർക്ക് സർക്കാർ വർഷം തോറും നൽകുന്ന അടിസ്ഥാന വികസന ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് 7 കോടി രൂപ അത് ചെലവഴിക്കല്ലാതെ മാവൂരിൽ ഒന്നും തന്നെ ഈ MLAക്ക് കൊണ്ടുപോരാൻ സാധിച്ചില്ല. അതിൻ്റെ ജാള്യത മറയ്ക്കാനാണ് ഈ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. മാവൂരിലൊരു മിനി സിവിൽ സ്റ്റേഷൻ, മാവൂരിൽ റവന്യൂ വകുപ്പിൻ്റെ പാറമൽ ഭൂമി ഉണ്ടായിട്ട് പോലും ആ ഓഫീസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല. ജനങ്ങൾ നിരന്തരമായി ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുക. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം കൽപ്പള്ളിയിൽ PWD വക 9 ഏക്കർ സ്ഥലമുണ്ട്. ആ 9 ഏക്കർ സ്ഥലത്ത് ഒരു സ്റ്റേഡിയമല്ല, ഒരു സാധനവും തുടങ്ങാൻ അദ്ദേഹത്തിന് MLA ആയി നിന്ന സമയത്ത് സാധിച്ചിട്ടില്ല. അതുപോലെ കുറ്റിക്കടവ് പാലം നാട്ടുകാരുടെ നിരന്തരമായിട്ട് ആവശ്യമാണ്. ബഹുമാനപ്പെട്ട MP ആയിരുന്ന പ്രിയപ്പെട്ട അഹമ്മദ് സാഹിബ് അന്ന് വെച്ചിട്ടാണ് ഒരു ജീപ്പബിൾ പാലം നമുക്ക് ലഭിച്ചത്. അതിന് ഈ ഫണ്ടൊക്കെ ഉപയോഗിക്കാനുള്ള സാഹചര്യമുണ്ടായിട്ടും കുറ്റിക്കടവിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് കടന്നു പോകാണ് ഈ PTA റഹീം എന്ന് പറയുന്ന MLA. കുറ്റിക്കടവ് പാലത്തിനോട് അവഗണന കാട്ടുന്നു. അതിൻ്റെ തൊട്ടടുത്ത മുഴാപ്പാലത്ത് 5 കുടുംബങ്ങൾക്ക് വേണ്ടി 3 കോടി രൂപ മുടക്കി ഒരു പാലം ഇദ്ദേഹത്തിന്റെ താല്പര്യത്തിന്. ഇത് കമ്മീഷൻ പറ്റാനാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ഒരു പാലം നിങ്ങൾക്ക് പോയാൽ കാണാൻ സാധിക്കും. അതാണ് MLAയുടെ പ്രവർത്തനം. അതുപോലെ തന്നെ കോഴിക്കോട് മാവൂർ റോഡ് ചെറുപ്പ വരെ വീതി കൂട്ടാനുള്ള ആവശ്യത്തിൽ നിരന്തരമായി നമ്മൾ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഇവിടെയുള്ള ആളുകൾ, വ്യാപാരികളും ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായി പറയുന്ന ആ സ്ഥലം എടുക്കാനുള്ള പ്രവർത്തനം ഇന്ന് വരെ അത് വീതി കൂട്ടാനുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല. ഇപ്പോൾ കുറ്റിക്കടവിൽ ഒരു ഫണ്ട് വന്നിട്ടുണ്ട്. പ്രിയങ്കരനായ MP പ്രിയപ്പെട്ട രാഘവൻ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായിട്ട് അവിടെ ഫണ്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന് ചെറുപ്പ ആശുപത്രിയുടെ സമയം കൂട്ടാൻ, ആശുപത്രിയുടെ 24 മണിക്കൂർ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ, അവിടെയുള്ള പൊതുജനങ്ങൾക്ക് ആ ആശുപത്രി തുറന്നു കൊടുക്കാനുള്ള സാഹചര്യം, അതിന് നിരന്തരമായിട്ടുള്ള ശക്തമായിട്ടുള്ള സമരങ്ങൾ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി 56 ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു സമരം അവിടെ നിന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയത് ഒന്നുപോലും പ്രാവർത്തികമാക്കാതെയാണ് ആരോഗ്യ വകുപ്പും മുന്നോട്ട് പോകുന്നത്. ഈ MLA അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഗ്രാസിൻ ഭൂമിയിൽ ആ വ്യവസായം തുടങ്ങാനുള്ള മുറവിളികൾ കൊല്ലങ്ങളായി, വർഷങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഐക്യജനാധിപത്യ മുന്നണിയുടെ രീതിയിൽ അതിനുള്ള മുറവിളികൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രാസിൻ മാനേജ്മെന്റുമായി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു ചർച്ച നടത്താൻ പോലും സാധിക്കാത്ത MLA ആണ് നമ്മുടെ ഈ MLA എന്ന് സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചെറുപ്പ സബ് രജിസ്ട്രാർ ഓഫീസ്, ആ ഓഫീസിന് ഇന്ന് വരെ ഒരു കെട്ടിടം ഉണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തില്ല. അങ്ങനെ എല്ലാ മേഖലയിലും തകർന്ന് തരിപ്പണമാക്കി ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തെ, കുന്നമംഗലത്തിന്റെ മാവൂരിനെ പ്രത്യേകിച്ചും അവഗണന നൽകിക്കൊണ്ട് ഒരു വികസന പ്രവർത്തനവും നടത്താത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് MLAയുടെ ഭാഗത്ത് നിന്ന് തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ ഉള്ള ചൊപ്പടി വിദ്യകളുമായിട്ടാണ് അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ കളവ് 100 പ്രാവശ്യം ഒരേ കളവ് പറഞ്ഞ് അത് സത്യമാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ ആ കഴിവ് മാവൂരിലെ ജനങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ. അല്ല, ഫയർ സ്റ്റേഷൻ 2017 ബജറ്റിൽ അനുവദിച്ചിരുന്നെങ്കിലും മാവൂരിന് പകരം സ്ഥലപ്പേര് ഏലൂർ എന്ന് തെറ്റായി വന്നതോടെ പദ്ധതി ചുവപ്പ് നാടയിൽ കുടുങ്ങി. അതിനെ ഞങ്ങൾ പറയുള്ളൂ. അതല്ല, ഇനി ഞങ്ങൾക്കത് ബാധിച്ചോളണമെന്നില്ല. എന്തുകൊണ്ട് 10 കൊല്ലം എടുത്തു? അതിന് MLA ഉത്തരം പറയണ്ടേ? ഭരണസമിതി ഗവൺമെൻറ് മറ്റേ UDF ആണെങ്കിൽ അത് പറയുന്നു. LDF ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കൊടുക്കുന്ന ഒരു MLAക്ക് 2017 ബജറ്റിൽ വന്ന ഒരു യൂണിറ്റിന് യാഥാർത്ഥ്യമാകാൻ 10 കൊല്ലം കാത്തിരുന്നതിൻ്റെ കാരണം MLA പറയണം.
അത് ഞങ്ങളെ UDFന്റെ വട്ടത്തിലുള്ള ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ തലയിൽ ഇടരുത്. അത്രേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു. ആദ്യത്തെ കെട്ടിടം മാവൂർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മാവൂർ പഞ്ചായത്താണ് അവിടെ ഉയർത്തിയത്. ആദ്യത്തെ കെട്ടിടം. അന്ന് MLA ഒരു നയാ പൈസ ആ പദ്ധതിക്ക് കിട്ടിയിട്ടില്ല. ഇനി MLA വേറൊരു അപകടകരമായ വസ്തുതയിൽ പറഞ്ഞു, 1960-65 കാലഘട്ടത്തിൽ ഗ്രാസിം വരുന്ന സമയത്ത് ഗ്രാസിമിലെ ലേബേഴ്സിന് ചികിത്സക്ക് ആവശ്യാർത്ഥം ആ സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് എഗ്രിമെൻ്റ് വെച്ച് കൊടുത്തതാണ്. ആ സ്ഥലം ആരോഗ്യ സബ് സെൻറ്റർ തുടങ്ങാൻ. MLA ഇപ്പോൾ അത് വളരെ വ്യാഗ്രത, അത് മാനേജ്മെൻറ്റിൻ്റെതാണ് എന്ന് പറയാനാണ്. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ MLA സംസാരിക്കുന്നത്. അത് പഞ്ചായത്തിൻ്റെ MCF യൂണിറ്റ് അതിനകത്തുണ്ട്, പഞ്ചായത്തിൻ്റെ സബ് സെൻറ്റർ അതിനകത്തുണ്ട്. പഞ്ചായത്തിന് ഭരണസമിതി തീരുമാനമെടുത്ത പ്രകാരം അവിടെ MLA 40 ലക്ഷം അനുവദിച്ചു. സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലത്ത് MLAക്ക് ഫണ്ട് അനുവദിക്കാൻ അധികാരമുണ്ടോ? സ്വകാര്യ വ്യക്തിൻ്റെ സ്ഥലത്ത് MLAക്ക് കെട്ടിടത്തിന് ആസ്തി വികസന ഫണ്ടിൽ സ്ഥലം അനുവദിക്കാൻ അധികാരമില്ല എന്നിരിക്കെ ആ 40 ലക്ഷം അനുവദിച്ച് MLA എന്നത് പറയുന്നു അത് കോളിയോറൻസിൻ്റെ ആണ് സ്ഥലം. ആര് പറഞ്ഞു? ആ രേഖ ഞാൻ തരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കൊടുത്തു. ജനകീയ ആസൂത്രണം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥാപനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടി. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കത് വന്നു. 2005 ബാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള സബ് സെൻറ്റർ പുതുക്കി പണിത് അന്നത്തെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം റുപ്യ മുടക്കിയിട്ട് അതിന് ഉദ്ഘാടനം നടത്തി. 2010 ഞാനടങ്ങുന്ന ഭരണസമിതി വന്നതിന് ശേഷം സുരേഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലാണ് അത് ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടം കാനത്തിൽ ജമീല. ഇതൊക്കെ സത്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വൈകിയതിന് വേണേൽ നമുക്ക് ചർച്ച ചെയ്യാം. 1. 2, അയാൾ ഇതിൽ അവസാനം കൊടുത്ത ഗഡു പൈസേൻ്റെ ഒരു ബിൽഡിങ്ങിന് നമ്പർ കിട്ടല്ലോ എപ്പോഴാണ്? കംപ്ലീഷൻ പ്ലാൻ കൊടുക്കുമ്പോഴാണ്. അയാൾ MLA ഫണ്ടിൻ്റെ ആ പ്രവൃത്തിക്ക് വേണ്ടി അനുവദിച്ച ഗഡുവിൻ്റെ അവസാനത്തെ ഗഡു ഇപ്പോഴും ബില്ലാക്കിയില്ല. പഞ്ചായത്തിൽ കംപ്ലീഷൻ പ്ലാൻ കിട്ടിയാലാണ് ഏത് ബിൽഡിങ്ങിൻ്റെയും നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കാതെ ബിൽഡിങ്ങിൻ്റെ തറ ഇടുമ്പോൾ നമ്പർ കൊടുക്കും. എന്നാലും 2025 ഒക്ടോബർ മാസത്തിൽ അതിന് നമ്പർ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 2025 കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ മാസത്തിൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പിന്നീട് ഇലക്ട്രിസിറ്റി ആവശ്യങ്ങൾക്ക് ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അപേക്ഷ കൊടുത്തു. അപ്പോൾ അവർക്കൊരു കൺഫ്യൂഷൻ വന്നു, ആരുടെ പേരിൽ എടുക്കണം, ജില്ലാ ഫയർ ഓഫീസറുടെ പേരിൽ എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ജില്ലാ ഫയർ ഓഫീസറാണ് അതിൻ്റെ അതോറിറ്റി. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് മേൽ ഓഫീസർമാരായിട്ട് ആലോചിക്കണം. അങ്ങനെ ഒരു 10 ദിവസം പോയി. ഇയാളെ ഫണ്ട് MLAൻ്റെ അവസാനത്തെ ഗഡു ഫണ്ട് ഇപ്പോഴും ഇല്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ MLA 40 ലക്ഷം റുപ്യ അനുവദിച്ച് ഫയർ യൂണിറ്റ് അനുവദിച്ച് കെട്ടിട നമ്പർ കിട്ടിയില്ലെങ്കിൽ ജില്ലാ കലക്ടറോട് വിളിച്ചാൽ പോരെ, കിട്ടൂലേ? MLA ഒന്ന് സെക്രട്ടറിനെ വിളിച്ചാൽ പോരെ, കിട്ടൂലേ? ഞങ്ങൾ ഈ കാര്യത്തിൽ ഫയറിലേക്ക് മാത്രം ഒതുങ്ങാനും ആഗ്രഹിക്കില്ല. ഇവിടെ MLA ഫയറിൽ കത്തിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക. അതില്ലാത്ത ഓരോ പ്രശ്നങ്ങൾ ഇവിടെ രഞ്ജിത്ത് പറഞ്ഞ വിഷയങ്ങളുടെ ഇതിനകത്ത് ആ വിഷയങ്ങളും കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്. മാവൂർ മിനി സിവിൽ സ്റ്റേഷൻ എന്താ തടസ്സം? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് സിവിൽ സ്റ്റേഷൻ. റവന്യൂവിൻ്റെ ഭൂമി 10-40 സെൻറ്റ് സ്ഥലം മാവൂർ ഫൈബർ കോർട്ടേഴ്സിൻ്റെ പരിസരത്തുണ്ടല്ലോ. വില്ലേജ് ഓഫീസ് എന്താണ് ചെയ്തത്? എന്താ വന്നില്ലല്ലോ, 15 കൊല്ലമായിട്ട് വന്നില്ലല്ലോ. സബ്മിറ്റ് ചെയ്താലേ ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇക്കൊല്ലം വോട്ട് ചെയ്യിക്കണമെങ്കിൽ എന്തൊന്നും സബ്മിറ്റ് ചെയ്തിടണമല്ലോ. അതാണ് അയച്ചത്. അത് ചെയ്തില്ല. രജിസ്റ്റർ ഓഫീസിന് അയാൾ കണ്ടെത്തി എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? രജിസ്റ്റർ ഓഫീസിന് അയാൾ കണ്ടെത്തി എന്ന് പറഞ്ഞ സ്ഥലം ഏതാ? ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ ലോകത്ത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിയുന്ന ഞാൻ അയാളോട് പലവട്ടം പറഞ്ഞ അയാൾ പറയും 1 ഏക്കർ സ്ഥലം രജിസ്റ്റർ ഓഫീസുണ്ട്, 1 ഏക്കർ സ്ഥലം അത് ഉപയോഗിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം മാവൂർക്കാരെ നിരന്തരം പറ്റിക്കാണ്. പിന്നെ 9 ഏക്കർ സ്ഥലം മാവൂർ കൽപ്പള്ളിയിൽ PWD റോഡ്സിനില്ലേ? കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയല്ലേ റിയാസ് PWDൻ്റെ? അയാൾക്കൊരു ഡിമാൻഡ് വെച്ചു, അതിനൊരു 1 ഏക്കർ സ്ഥലം നമുക്കൊരു സ്റ്റേഡിയത്തിന്, അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം ആളുകളെ കൊണ്ട് അവിടെ സന്ദർശനം നടത്തിച്ച അതത് കാലത്തെ പഞ്ചായത്തുകൾ. കണ്ണിപറമ്പ് ക്യാൻസർ ആശുപത്രി എത്ര പ്രാവശ്യം ഏറ്റെടുത്ത്? ഇടതുപക്ഷത്തിൽ വരുന്ന മുഴുവൻ ആരോഗ്യമന്ത്രിമാരും അത് ഏറ്റെടുക്കലാണ്, ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. ചെറുപ്പ ആശുപത്രി ഇവിടെ പറഞ്ഞു, ചെറുപ്പ ആശുപത്രിക്ക് എന്താ തടസ്സം? 6 ഏക്കർ സ്ഥലം. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ പോരുകയാണെങ്കിൽ കാണിച്ചു തരാം. 2020 സെപ്റ്റംബർ മാസം 12-ാം തീയതി പിണറായി വിജയൻ ഓൺലൈനിൽ തറക്കറ്റിലിട്ട ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട് മാവൂര്, ഇവിടെ പൊൻപറക്കുന്നിൽ. അതിൻ്റെ സ്റ്റോൺ ഇപ്പോഴും പഞ്ചായത്ത് ഓഫീസിലുണ്ട്.
2020 സെപ്റ്റംബർ 12 അടങ്കൽ തുക 6,73,50,000 ഉറുപ്പ്യ അടങ്കൽ തുക വെച്ചിട്ട് ഞാൻ എൻ്റെ അടക്കം പേര് ആ സ്റ്റോണിലുണ്ട്. എവിടെ പോയി പിന്നെ ഫ്ലാറ്റ്? ഇയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്വന്തം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക, അതിന് ചില പിന്നെ പൊടിക്കൈകൾ അതത് സമയത്ത് എടുക്കുക എന്നതിലുപരി ഈ മാവൂരിനോ കുന്നമംഗലം പ്രദേശത്തിനോ വേണ്ടി ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ചെറുപ്പം മുതൽ മാവൂർ വരെ റോഡിൻ്റെ സ്ഥിതി ഗോളി ഓറഞ്ച് വന്ന സമയത്ത് ഉണ്ടാക്കിയ റോഡല്ലാതെ എന്തെങ്കിലും നടന്നോ? ഇപ്പോൾ വന്നത് ഏതാ ഫണ്ട്? നിങ്ങളൊക്കെ പത്രക്കാരല്ലേ? സെൻട്രൽ ഫണ്ട്. കോഴിക്കോട് MP നിരന്തരമായ ഇടപെടൽ പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ പ്രവാസി സംഘടനയുടെ രാജേന്ദ്രൻ, അതിന് നമ്മളൊക്കെ അനുഭവപ്പെട്ട ഡൽഹിയിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഈ സ്ഥലം പരിശോധിച്ചപ്പോൾ ഈ കണ്ണിവറമ്പ് റോഡിന് ചെട്ടിക്കടവ് തെങ്ങിലക്കടവ് റോഡിനും നായർക്ക് ചെട്ടിക്കടവ് റോഡിനുള്ള പിന്നെ ഫണ്ട് അനുഭവിക്കുക. അന്ന് സെൻട്രലിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് അവരൊക്കെ കൈകാര്യം ചെയ്ത് ബഹുമാനപ്പെട്ട MP മുഖേന ഈ കാര്യം കൊടുത്തിട്ട് 2 വർഷമായി. ആ 2 വർഷം ബഹുമാനപ്പെട്ട PWD മന്ത്രിൻ്റെ ഓഫീസിൽ 2 കൊല്ലം കിടന്നു. 2 കൊല്ലം അവിടെ കിടന്നു. ഇദ്ദേഹത്തിന് പിന്നെ സത്യം പറയാലോ, ഇദ്ദേഹത്തിന് കൊടുവള്ളിയിലൂടെ താല്പര്യമുള്ളൂ. കുന്നമംഗലം അദ്ദേഹത്തിന് യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ പറഞ്ഞു പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഷൊർണൂർ ഇറങ്ങി ചായ കുടിക്കില്ലേ, അതുപോലുള്ള സാധനമാണിത്. മാവൂരിൽ പാസ്സാക്കി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ആർട്സ് കോളേജ്, ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ആർട്സ് കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ആർട്സ് കോളേജ്. അത് ഞങ്ങളടുത്ത് സ്ഥലമില്ലേ? ഇനി ചാത്തമംഗലത്തെ സ്ഥലമുണ്ട് കൊണ്ടുപോയി. ഞങ്ങളടുത്ത് ഇപ്പോൾ സ്ഥലമുണ്ട് 9 ഏക്കർ ഈ പഞ്ചായത്തിൽ PWD സ്ഥലമുണ്ട്. എന്ത് സ്റ്റേഡിയം കൊണ്ടുവരാത്ത? വാങ്ങി. പഞ്ചായത്തിന് ഓൺ ഫണ്ടില്ല. ഫണ്ടില്ല. അത് സത്യമാണ്, ഫണ്ടില്ല. ഞങ്ങളടുത്ത് 9 ഏക്കർ സ്ഥലമുണ്ട്. അയാൾ അതിൽ 50 സെന്റ് എടുത്തൊരു സ്റ്റേഡിയം ഉണ്ടാക്കാത്ത എന്താ? ഞങ്ങളടുത്ത് 52 സെന്റ് സ്ഥലം റവന്യൂവിന് മാവൂരുണ്ട്. എന്താ മിനി സിവിൽ സ്റ്റേഷൻ ഉണ്ടാക്കാത്തത്? ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ പറഞ്ഞിട്ട് കാര്യം. വേറെ കാര്യം, സംസ്ഥാന ഗവൺമെൻറ് ഒരു കത്ത് എല്ലാ പഞ്ചായത്തുകൾക്കും അനുവദിച്ചു. ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം സ്ഥലം നിർദ്ദേശിക്കാൻ പറഞ്ഞു. അതോടൊപ്പം പിന്നെ ഈ ഗവൺമെൻറ് ടൂറിസം മന്ത്രി കൂടിയായ പിന്നെ റിയാസ് അധികാരേറ്റ ഉടനെ എല്ലാ പഞ്ചായത്തുകളും ഒരു കത്തയച്ചു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ അറിയിക്കണം, ഫണ്ട് പ്രശ്നമല്ല സർക്കാരിന്. നമ്മൾ 2ഉം കൊടുത്തു. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാവൂർ വെള്ളക്കെട്ടും ഗ്രാമവനും കൊടുത്തു. പഞ്ചായത്ത് നിർദ്ദേശിച്ചു. ഒരു അനക്കൊന്നും വരെ ഉണ്ടായില്ല. ഒരു പഞ്ചായത്തിലൊരു ഗ്രൗണ്ട്, ഈ PWD സ്ഥലവും നിർദ്ദേശിച്ചു, ഗ്രാസിമിൻ്റെ ഭൂമി നിർദ്ദേശിച്ചു, ഒരു അനക്കം ഉണ്ടായില്ല. ഇപ്പം നമ്മളിത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് ഒരു പഞ്ചായത്തിൽ, അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും, നമുക്കിപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ആയാലും UDF ഗവൺമെൻറ് ആയാലും എല്ലാം നമുക്കത് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിതാഭിലാഷമായ ഒരു കാര്യം, വളരെ അത്യാവശ്യമായ ഒരു കാര്യം. നമ്മൾക്ക് ഇതിന് സൗകര്യക്കുറവുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യം ഇവിടെ സൗകര്യം നമ്മുടെ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാവുന്നതാണ്, അതിൽ തടസ്സമൊന്നുമില്ല. പക്ഷേ അത് ഇവിടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് MLA നടത്തിയ ഒരു അഭിമുഖത്തിൽ MLA പറയാണ്, മാവൂർ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ നിസ്സഹകരണമാണ് കൊണ്ടാണ് ഇത് നീണ്ടുപോയത്. ഈ 10 കൊല്ലക്കാലം ഈ വിഷയം നീട്ടിക്കൊണ്ടുപോയത് ഈ പഞ്ചായത്ത് സഹകരിക്കാത്തത് കൊണ്ടാണെന്നുള്ളത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അതേ സ്ഥാനത്ത് 2016 മാവൂർ ഗ്രാമപഞ്ചായത്താണ് ഇതിൻ്റെ ഉത്ഭവം തന്നെ. ഇങ്ങനെ ഒരു ആശയം തന്നെ നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് 2016 അത് UDF ഗവൺമെൻറ് UDF പിന്നെ കമ്മിറ്റി ഇവിടെ ഭരിക്കുന്ന സമയത്താണ്. അതിൻ്റെ ശേഷം വന്ന തീരുമാനപ്രകാരമാണ് ഈ കടലാസ് കൊടുക്കുന്നതും സ്ഥലത്തിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നതും വ്യാപാരി വ്യവസായികളെ കാര്യം ഏറ്റെടുക്കുന്നതൊക്കെ. അങ്ങനെ ചെയ്ത ആ എല്ലാം ഡോക്യുമെൻ്റഡായിട്ട് നമുക്ക് അത് നിരത്തി വെക്കാൻ കഴിയുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് പറയുകയാണെന്ത്, പഞ്ചായത്തിൻ്റെ നിസ്സഹകരണമാണ് നീണ്ടുപോയത്. അപ്പോൾ അവിടെയാണ് രാഷ്ട്രീയം കളിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് വന്നിട്ട് രാഷ്ട്രീയം കളിച്ച് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക. ഏതൊരു പ്രശ്നത്തിലാണ് ജനങ്ങൾ ആവശ്യപ്പെടാഞ്ഞിട്ടാണ് മാവൂർ കെട്ടാങ്കൽ റോഡ്, അതൊന്ന് ആ 10-17 കൊല്ലമായിട്ട് ഒരു നയാപൈസ ചിലവഴിക്കാത്ത റോഡിന് വേണ്ടി അത് റിപ്പയർ നടത്തണം എന്ന് പറഞ്ഞിട്ട് ആ ജനങ്ങൾ പ്രക്ഷോഭം, ആ കെട്ടാങ്കന്ന് തൊട്ട് വെള്ളശ്ശേരി മാവൂർ അങ്ങാടി വരെ പ്രക്ഷോഭം സമരവും നടത്തിയിട്ട് തിരിഞ്ഞാൽ നോക്കിയില്ല. എത്ര കാലം സമരമായിട്ട് നടന്നു? ആളുകൾ പറയാഞ്ഞിട്ടാ, ആവശ്യമില്ലാഞ്ഞിട്ടാ, ചെയ്തില്ല. എത്രയോ സമരം അവിടെ നടന്നു. ചെറുപ്പയിൽ എത്ര ദിവസങ്ങളാണ് നടന്നു. ആ സമരങ്ങളൊക്കെ നടന്നൊന്നും MLAൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സഹകരണം ഉണ്ടായിട്ടില്ല. അപ്പോൾ ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ മുഖം തിരിഞ്ഞു നിന്നൊരു MLA ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം തെരഞ്ഞെടുപ്പിന് വന്ന് ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് ഏകദേശം രൂപമൊക്കെ ആയതിൻ്റെ ശേഷം ഇവിടെ വന്നും പഞ്ചായത്തിൻ്റെ ഒന്നല്ല എൻ്റെ സ്വന്തം വകയാണ് ഈ പരിപാടി എന്ന് തെളിയിക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന ഈ ഹീനമായ
ഒരു പ്രവൃത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഈ വിഷയം ഇത്ര രൂക്ഷമായ ചർച്ചയ്ക്ക് ചെയ്യാൻ വിധേയമായത്. അതല്ലെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ. സാധാരണ പോലെ മുഖ്യമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ നാടിനെ 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുന്ന ആരും കൊണ്ടുവന്നാലും ഇത്തരം വികസന പ്രവർത്തനങ്ങളെ നമ്മൾ ഗവൺമെൻറ് നടന്നു നോക്കേണ്ട കാര്യമൊന്നുമില്ല. നാടിന് നന്മയുള്ള കാര്യങ്ങളോട് നമ്മൾ സഹകരിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ നയം. അത് വളച്ചൊഴിച്ചതും അത് ഇങ്ങനെ കളവ് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പുകമറ സൃഷ്ടിച്ചിട്ട് അതൊക്കെ അതിൻ്റെ പിന്നെ ആള് ഞാനാണ്, എൻ്റെ ശ്രമഫലമാണ്, ഇവരൊക്കെ നിസ്സഹകരിച്ച് ഞാൻ കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ ബീബ് പറഞ്ഞ് നടക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് നിൽക്കാണ് ഇത് ഇത്തരം പ്രതികരണത്തിന് വിധേയമായി വരുന്നത്. ഈ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെപ്പോലെ ഇതിൻ്റെ തീരുമാനം ആയതിനു ശേഷം നിങ്ങളും നമ്മളോടൊപ്പം ഉണ്ട് ഇല്ലേ? ഇതിൻ്റെ സ്വാസംഘ രൂപീകരണം മുതൽക്ക് എല്ലാത്തിലും വളരെ നോർമലായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ പോയതാണ്. ആരാണ് ഇത് വഴിത്തിരിവുണ്ടാക്കിയത്? ഈ അനാവശ്യമായി അനവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് സഹകരണം കിട്ടിയില്ല, ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് സഹകരണം കിട്ടിയത് എന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും ഒന്നാണ്. UDFൻ്റെ ഭരണസമിതിയാണ് കഴിഞ്ഞ ഭരണസമിതി, ഈ ഭരണസമിതിയും അത് തന്നെയാണ്. ആളെ മാറിയിട്ടുള്ളൂ. അപ്പം നമ്മളിൽ ഒരു അനൈക്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുണ്ട്. അനവസരത്തിലായാലും പ്രഖ്യാപനം ഉണ്ടായത്. നമ്മളൊക്കെ നിങ്ങളും നമ്മളും എല്ലാവരും ഈ പരിപാടി ഒരു ആഘോഷമായി നടത്താൻ നമ്മൾ ഒരുങ്ങിയതാണ്. ഈ നാടിന് കിട്ടിയ ഒരു സംഗതിയാണ്. ആ നിലയിൽ പോസിറ്റീവായിട്ട് ഞങ്ങൾ ചിന്തിച്ചത്. ആ പോസിറ്റീവായി ചിന്തിച്ച് ഇതിനാവശ്യമായ കാര്യങ്ങൾ, സഹായങ്ങൾ പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി വരികയായിരുന്നു. നമ്മൾ ആവശ്യമായ ഈ പ്രാഥമിക കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. കമ്പ്യൂട്ടറില്ല, മറ്റ് സംവിധാനങ്ങൾ, ഫർണിച്ചറില്ല, മേശയില്ല, അതൊക്കെ നമ്മൾ നേതൃത്വത്തിൽ ഒരുക്കി വരികയായിരുന്നു. അതിനിടയിലാണ് MLAയുടെ പ്രസ്താവന ഉണ്ടായത്. എന്താണ് അത് ഉദ്ദേശിച്ചത്? അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന നേരത്തെ വളപ്പിൽ റസാഖ് പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി ഈ പരിപാടി നടത്തണം, ഇവിടെ UDF മാറി നിന്നു, ഇത് നിസ്സഹകരിച്ചു എന്ന് വരുത്തണം. അതല്ല മറ്റൊന്നും കാണുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. എന്താ അതിൻ്റെ ആവശ്യം? നമ്മൾ വളരെ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നില്ലേ? സ്വാതന്ത്ര്യം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഉണ്ടാക്കിയത്. എല്ലാം സഹകരിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ പോയിരുന്നു. അനാവശ്യമായി വിവാദം ഉണ്ടാക്കി, അനവസരത്തെ പ്രഖ്യാപനം നടത്തി, പ്രസ്താവന നടത്തി, ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. UDFൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം കൂടി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ഭരണസമിതി സഹകരിച്ചില്ല, ഈ ഭരണസമിതി സഹകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ഭരണസമിതിയും ഈ ഭരണസമിതിയും ഒന്നാണ്. UDF ആണ് കഴിഞ്ഞ ഭരണസമിതി, ഇപ്പോഴും UDF ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗുണകരമായ കാര്യങ്ങളെയൊക്കെ നല്ല നിലയിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പോളിസിയാണ് UDFിലുള്ളത്. അത് തുടർന്നും ഉണ്ടാകും, യാതൊരു സംശയമില്ല. പഞ്ചായത്ത് പരിപാടിയിൽ പൂർണ്ണമായ സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. തീരുമാനിച്ച കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് UDF ശക്തമായി ഉണ്ടാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. Kadodi Gold and Diamonds, Mavur, Puvattuparambur. Invest your sleep on right mattress. For rich mattress for healthy sleep.